അപ്പോൾ നമ്മുടെ റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാബിൻ. അടിപൊളിയാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാബിന്. ടി വി ഒക്കെ ഉണ്ട്. അതായത് പുറത്തേക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ ടി വി കണ്ടിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. ക്യാബിനിൽ വേറൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വേണമെങ്കിൽ മടക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ബെഡും കൂടി താഴോട്ട് നമുക്ക് കിട്ടും. 4 ആൾക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വാഷ്റൂം, സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വാഷ്റൂം. നമ്മൾ അന്നത്തെ ഷിപ്പിനേക്കാളും കുറേയും കൂടിയൊക്കെ നല്ല വലിപ്പവും സൗകര്യങ്ങളും കൂടുതലുണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യം. നമ്മൾ ഡക്കിൽ കയറിയിരിക്കുകയാണ്. ഷിപ്പ് ഇവിടുന്ന് മൂവ് ആവുകയാണ്. ഇത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നോർവേയുടെ. വാവ്, വലിയൊരു ഷിപ്പ്, പടുകൂറ്റൻ ഷിപ്പ് ഈ ഒരു പോർട്ട് വിട്ട് പോകുന്ന കാഴ്ചയാണ്. വാവ്, അതിമനോഹരം. പുകക്കുഴലൊക്കെ ഇവിടെ കാണാം. പവർഫുൾ എൻജിൻ തന്നെയാണ്. ഓസ്ലോ നഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കൂടെ ഇപ്പോൾ ഒരു സീകൾ പോയി. സൂപ്പർ. അങ്ങനെ നമുക്ക് കാണാം, ഫ്ലാഗ് മാറ്റി സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഫ്ലാഗ് ഉയർത്തി കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ ഫ്ലാഗാണ്. ഇതുവരെ നോർവേയുടെ ആയിരുന്നു. നോർവേയുടെ താഴ്ത്തി കെട്ടി ഡെൻമാർക്കിൻ്റെതാണ് ഇപ്പോൾ ഉയർത്തി കെട്ടിയിരിക്കുന്നത്. കാരണം ഡെൻമാർക്കിലേക്കാണ് ഈ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 7ാമത്തെ രാജ്യത്തിലേക്കാണ് പോകുന്നത്. ഇത് വലിയ എൻജിൻ റൂമാണ്. ഈ ഭാഗത്ത് എൻജിൻ പ്രവർത്തിക്കുന്ന സ്ഥലമാണിത്. ക്രൂ ഏരിയ ആണ്. അപ്പോൾ താഴെ ഡക്കിലൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ പോർട്ടിൻ്റെ മറ്റൊരു ഭാഗം കാണാം. അടിപൊളിയായിട്ട് നല്ലൊരു യാച്ചുകളൊക്കെ കിടക്കുന്ന ഒരു ഭാഗം. അങ്ങനെ ഓരോ രാജ്യത്ത് അടുക്കുന്നതിന് മുമ്പായിട്ടും ആ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉയർത്തി കെട്ടുക എന്നുള്ളത് ഷിപ്പിലുള്ളൊരു പതിവാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് മാറ്റി ഇപ്പോൾ കാണുന്നത് ഡെൻമാർക്കിൻ്റെ ഫ്ലാഗാണ്. അതായത് ആർക്കും കണ്ടാൽ പെട്ടെന്ന് ഏത് രാജ്യത്തേക്ക് പോകുന്ന ഷിപ്പാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കൂടിയാണത്. വാവ്, ഇത് മനോഹരമായിട്ടുള്ള വ്യൂ. അങ്ങനെ നോർവേയുടെ കരയും കണ്ടുകൊണ്ട് ഓസ്ലോ നഗരവും കണ്ടുകൊണ്ട് ഷിപ്പിൻ്റെ ഡെക്കിലിങ്ങനെ നിൽക്കുമ്പോൾ, തണുത്ത കാറ്റൊക്കെ അടിച്ച് നിൽക്കുമ്പോഴുള്ളൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഇതൊന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷിപ്പിൻ്റെ മുൻഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. മുൻഭാഗത്തെ സൈഡിലേക്കുള്ളൊരു യാത്രയിലാണ്. വലിയൊരു ഷിപ്പാണ്. ഒരുപാട് ഏരിയ ഉണ്ട് ഇത് കവർ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ. അവിടെ കാണാം ഡെൻമാർക്കിൻ്റെ കൊടി ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഷിപ്പിൻ്റെ നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഇതൊക്കെ നാവിഗേഷൻ സിസ്റ്റംസിൻ്റെ ഭാഗങ്ങളാണ്. സാറ്റലൈറ്റ് കണക്ഷൻസ്, അതുപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റംസ്, ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ടൈറ്റാനിക് കപ്പലിലൊക്കെ കണ്ട പോലെയുള്ള മുൻഭാഗമാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് നോക്കി കണ്ടുപിടിക്കാം. പക്ഷെ അവിടേക്ക് നമുക്ക് എത്താൻ പറ്റും തോന്നുന്നില്ല. ഒരു വലിയ കെട്ടിടത്തിൻ്റെ ചുവട്ടിലൂടെ നടക്കുന്ന പോലെ ഉണ്ട് മൊത്തത്തിൽ. കപ്പലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇതുവരെ നമുക്ക് എൻട്രി ഉള്ളൂ, അങ്ങോട്ട് എൻട്രി ഇല്ല. നമ്മൾ കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തെത്തണം. ഇത്
മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഓസ്ലോ സിറ്റിയുടെ. ഭാഗ്യത്തിന് മഴ കുറച്ച് കുറവുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. വലിയൊരു ഷിപ്പ് കടലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽ ഈ ഭാഗത്തൊക്കെ ശാന്തമാണ്, കാരണം അത് ഉൾക്കടലായതുകൊണ്ട് വലിയ തിരകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, മെയിനായിട്ടുള്ള കടലിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നല്ല ഇതായിരിക്കും ഉണ്ടാവുക. നല്ല തിരയൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. മറ്റൊരു ഷിപ്പ് കൂടി വരുന്നുണ്ട്, അവിടുന്ന് ഒരു കാർഗോ ഷിപ്പ്. കാർഗോ ഷിപ്പ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപാര സൗന്ദര്യമാണ് ഇവിടുത്തെ വീടുകളും ഒക്കെ. നമ്മൾ ഇന്നലത്തെ ഇതിൽ തന്നെ ചെറിയ ഷിപ്പ് ക്രൂസിൽ തന്നെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ രാജ്യം വിടുകയാണ്. ഈ രാജ്യം വിട്ടിട്ട് അടുത്ത രാജ്യത്തിലേക്കുള്ള പോക്കാണ്. അടിപൊളി ഭംഗിയാണ് കാണാൻ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് സൈഡിലൊക്കെ. ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. വീടുകളൊക്കെ എത്ര ഭംഗിയാണെന്ന് നോക്കുക. നമ്മളിനിപ്പോൾ ഈ ഒരു കടലിടുക്ക് വിട്ടിട്ട് കടലിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു കാഴ്ച ഉണ്ടാവില്ല, നമ്മൾ കടൽ മാത്രം കാണുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ്. കുറേ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. ഇതിനകത്തൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നല്ല ഹോട്ട് വാട്ടറുള്ള സ്വിമ്മിംഗ് പൂളാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ദ്വീപുകളുണ്ട് ഇവിടെ. ഈ ഒരു ഓസ്ലോ സിറ്റിക്ക് സമീപത്തായിട്ട് ഒരുപാട് ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദ്വീപുകളാണ്. ഓരോ ദ്വീപിലും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ആ ദ്വീപുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫെറി സർവീസും ബോട്ടുകളും കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ദ്വീപുകളിലുള്ള വീട്ടുകാർക്കൊക്കെ ഓരോ സ്പീഡ് ബോട്ടൊക്കെ സ്വന്തമായിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഓരോ ഈ ഷിപ്പിൻ്റെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഷിപ്പിൻ്റെ ഒരു മോഡലാണ്. ഷിപ്പിലുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. FTSC വൈസ് ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു ഭാഗത്ത്. ലിറ്റിൽ ഇറ്റലി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. മറ്റ്
ഷിപ്പുകളുടെയൊക്കെ പല മോഡലുകൾ ഇവിടെയുണ്ട്. വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു ലോഞ്ചാണ്. എക്സിക്യൂട്ടീവ് ബാറുകളാണ് ഈ ഒരു സൈഡിലുള്ളത്. വളരെ ലക്ഷറി ആയിട്ട് നമുക്കിരുന്നിട്ട് വെള്ളമടിക്കാം. അത് തന്നെ മെയിനായിട്ട്. ഒരു 5 സ്റ്റാർ കാറ്റഗറി ഹോട്ടലിനേക്കാളും മികച്ച രീതിയിലാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് നൈറ്റ് ക്ലബ്ബ്. നൈറ്റ് ക്ലബ്ബിലുള്ള എല്ലാ മ്യൂസിക് പരിപാടികൾ എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നൈറ്റ് ക്ലബ്ബിലെ ആഘോഷങ്ങൾ ഇവിടെയാണ്. കടലിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നൈറ്റ് ക്ലബ്ബിലെ പാർട്ടി ആസ്വദിക്കാവുന്നതാണ്. നമ്മുടെ പ്രൈസ് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ റേറ്റുകൾ. ഇത് യൂറോ അല്ല, ഇത് ഇവിടുത്തെ കറൻസിയാണ്. വലിയ റേറ്റൊന്നുമില്ല. ഡെൻമാർക്ക് ക്രോണയാണ്. വലിയ റേറ്റൊന്നും ഇതിൽ കാണാനില്ല. സിംഗിൾ, ഡീലക്സ്, വോഡ്ക അതിൻ്റെയൊക്കെ റേറ്റ് 105 ഒരു പ്രീമിയം റേറ്റാണ്. ഇവിടെയാണ് മ്യൂസിക് പ്രോഗ്രാം രാത്രി നടക്കുക. ബാറുകൾ തന്നെയാണ്, പല ടൈപ്പ് ബാറുകളാണ്. ഓരോ ബാറിൻ്റെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് പ്ലസ് വൈറ്റ് ബാർ, കോളംബസ് ക്ലബ്ബ് നൈറ്റ് ക്ലബ്ബ്. കോളംബസ് ക്ലബ്ബ് എന്നുള്ള പറയുന്ന നൈറ്റ് ക്ലബ്ബാണ് ഇത്. ഓപ്പണിംഗ് ടൈമാണിത്. ഈ ഷിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ എയർപോർട്ട് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട, ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജ്വല്ലറീസ്, ഗ്ലാസസ്, സൺഗ്ലാസസ്, അങ്ങനെ ഒരുപാട് ബാഗുകൾ, ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. വാച്ചുകളുണ്ട്. ലിക്കർ ഷോപ്പുകൾ. പെർഫ്യൂംസ്. ഒരു ലോകം തന്നെയാണത്. ചോക്ലേറ്റ്സ്, കുപ്പികളുടെ ലോകം. ഇവിടെയാണ് കുപ്പികളുടെ ലോകം. വലിയ വിലയൊന്നുമില്ല ഇവിടെ. സാധനങ്ങൾക്കൊക്കെ വളരെ കുറവാണ്. ഡ്യൂട്ടി ഫ്രീ റേറ്റാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ ഷിപ്പിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഓപ്പൺ സ്പേസ് ഉണ്ട്. ഫുള്ള് ഐറ്റംസ്, മാഫിണി, ആബ്സല്യൂട്ട് മാംഗോ, ആബ്സല്യൂട്ട് പ്ലെയിൻ, ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ സെറ്റപ്പുകൾ. മുകളിലേക്ക് നമുക്ക് പൂളിൻ്റെ സൗകര്യമുണ്ട്, സ്വിമ്മിംഗ് പൂള്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഹോട്ട് വാട്ടർ സ്വിമ്മിംഗ് പൂളാണ്. ഹോട്ട് വാട്ടറാണ്.
ചൂട് തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാം നമുക്കിവിടെ. കുറേ സായിപ്പുമാർ കിടക്കുന്നുണ്ട്. നമ്മൾ ഡക്കിലേക്കുള്ള വഴിയാണ് ഇവിടുന്ന്. നമ്മൾ നേരത്തെ വന്ന വഴി. മഴയുണ്ട്, എന്നിരുന്നാലും അവിടെ നമുക്ക് താഴോട്ട് നോക്കാം. ഇവിടെയൊക്കെ ഷോസും പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട് നൈറ്റിൽ. മറ്റൊരു പൂള് കൂടി ഉണ്ട്, അതിപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇത് വലിയൊരു പൂളാണ്, അത് ക്ലോസ് ആയിരിക്കുകയാണ്. എല്ലാവരും ചൂടുവെള്ളത്തിൽ ഇവിടെ അങ്ങനെ കിടക്കുകയാണ് സുഖിച്ചിട്ട്. ഹായ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഷിപ്പിൻ്റെ കാഴ്ചകൾ. വളരെ അതിമനോഹരമായിട്ടുള്ള ഷിപ്പാണ്. ഇവിടെ സുഹൃത്തുക്കളൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് ആഹ്ലാദിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നടുക്കടലിലായിട്ട് ഈ ഒരു കപ്പലിൽ ഈ ഒരു സംവിധാനമൊക്കെ വളരെ രസകരമാണ്. കാരണം ഈ തണുപ്പത്ത് ഈ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ ടൈമായിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ്. അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീ ഫുഡ്സിൻ്റെ ഒരു മഹാസാഗരം തന്നെയാണ് ഇവിടെ. കടലിൽ ലഭ്യമാകുന്ന ഒട്ടനവധി വിഭവങ്ങൾ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പ്രോൺസ്, അതുപോലെ തന്നെ നമ്മുടെ കക്ക, അതായത് കല്ലുമ്മക്കായ എന്ന് പറയും,